Radio Lime News Update. Brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. കേരളത്തിലെ കൊടും വേനലിനെ വെല്ലുന്ന വിധം ബ്രിട്ടനിലെ കൊടും ചൂട് ആഴ്ചകൾ തുടരുമെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ്. മുൻ ഉഷ്ണതരംഗങ്ങളെക്കാൾ തീവ്രമായിരിക്കും ഇത്. താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് മാത്രമല്ല, ആഴ്ചകളോളം അത് തുടരുകയും ചെയ്യും. ഈ വർഷത്തെ ഏറ്റവും ചൂടേറിയ ദിവസം UK അനുഭവിച്ചത് ജൂലൈ 1 ചൊവ്വാഴ്ചയായിരുന്നു. അന്ന് കെന്റിലെ ഫേവർഷാമിൽ രേഖപ്പെടുത്തിയത് 35.8 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതേസമയം ബ്രിട്ടന്റെ മൂന്നാമത്തെ ഉഷ്ണതരംഗം ഇന്നു മുതൽ തന്നെ ആരംഭിച്ചേക്കാമെന്നാണ് മെറ്റ് ഓഫീസ് നൽകുന്ന മുന്നറിയിപ്പ്. UKയിലെ വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കി താപനില 3 ദിവസം തുടർച്ചയായി 25 മുതൽ 28 ഡിഗ്രി സെൽഷ്യസിൽ തുടർന്നാലാണ് ഔദ്യോഗികമായി ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെടുക. എന്നാൽ ഇപ്പോൾ വരാൻ പോകുന്ന ഈ ഉഷ്ണതരംഗം ഇംഗ്ലണ്ടിന്റെ മിക്ക ഭാഗങ്ങളിലും 2 ആഴ്ചയിൽ കൂടുതൽ കാലം തുടരുമെന്നാണ് മെറ്റ് ഓഫീസ് പറയുന്നത്. മിഡ്ലാൻഡ്സ്, തെക്കൻ ഇംഗ്ലണ്ട്, യോർക്ക്ഷയർ, വെയിൽസ് എന്നിവിടങ്ങളിലാകും ഇത് പ്രധാനമായും അനുഭവപ്പെടുക. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നതിന് ആവശ്യമായ കുറഞ്ഞ താപനിലയേക്കാൾ കൂടുതൽ ഉയരത്തിൽ താപനില എത്തുമെന്നാണ് WX ചാർട്ടിന്റെ ഹീറ്റ് മാപ്പ് കാണിക്കുന്നതും. അടുത്ത 2 ആഴ്ചക്കാലത്തിലധികം അത് തുടരും. ജൂലൈ 23 തെക്കൻ ഇംഗ്ലണ്ടിൽ താപനില 32 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. BBCയുടെ കാലാവസ്ഥാ പ്രവചനത്തിലും പറയുന്നത് വരും ദിവസങ്ങളിൽ ലണ്ടൻ നഗരം ചുട്ടുപൊള്ളും എന്ന് തന്നെയാണ്. തലസ്ഥാന നഗരത്തിൽ നിന്നും അല്പം വടക്ക് മാറിയായിരിക്കും പുതിയ ഉഷ്ണതരംഗത്തിന്റെ പ്രഭവ കേന്ദ്രം. ഇംഗ്ലണ്ടിന്റെ മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു. പുതിയ നിയമമനുസരിച്ച് കുടുംബങ്ങൾ മാലിന്യങ്ങൾ വേർതിരിച്ച് സൂക്ഷിക്കേണ്ടതാണ്. അടുത്ത ഏപ്രിൽ മുതലായിരിക്കും പുതിയ നിയമം പ്രാബല്യത്തിൽ വരിക. ഭക്ഷണ മാലിന്യങ്ങളും മറ്റ് മാലിന്യങ്ങളും പ്രതിവാരം ശേഖരിക്കുന്നത് വ്യത്യസ്ത ദിവസങ്ങളിലായിരിക്കും. പുതിയ നിയമമനുസരിച്ച് വീടുകളും സ്ഥാപനങ്ങളും റീസൈക്ലിംഗ് ചെയ്യാൻ കഴിയാത്ത ഭക്ഷ്യാവശിഷ്ടങ്ങളും ഉദ്യാനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും ശേഖരിക്കാൻ ഒരു പ്രത്യേക കൂട് കരുതേണ്ടതായി വരും. അതുപോലെ നനവില്ലാത്ത റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന പേപ്പർ, കാർഡ്ബോർഡ്, പ്ലാസ്റ്റിക്, മെറ്റൽ എന്നിവയ്ക്കായി മറ്റൊരു കൂടയും കരുതണം. ഇതിനായി ബിൻ, ബാഗ് അതല്ലെങ്കിൽ സ്റ്റാക്കബിൾ ബോക്സുകൾ എന്നിവ ഉപയോഗിക്കാം. റീസൈക്ലിംഗ് പ്രക്രിയ കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള സർക്കാരിന്റെ നടപടികളുടെ ഭാഗമാണിത്. എന്നിരുന്നാലും ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങളും മറ്റും പരിഗണിച്ച് മാലിന്യ ശേഖരണത്തിന് അനുയോജ്യമായ മാതൃക സ്വീകരിക്കാൻ തദ്ദേശ കൌൺസിലുകൾക്ക് അധികാരമുണ്ടായിരിക്കും. കൂടാതെ ഇംഗ്ലണ്ടിൽ റീസൈക്ലിംഗ് ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളുടെ പട്ടിക ഏകീകരിക്കും. UKയിലെ ആദ്യകാല പ്രവാസികളിൽ ഒരാളായ ആന്റണി മാത്യു ലണ്ടനിൽ നിര്യാതനായി. ശിരോ മലബാർ സഭയിലും വിവിധ സംഘടനകളിലും മത, സാമൂഹിക, കലാ, കായിക രംഗങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു വന്നിരുന്ന ആന്റണി മാത്യു നാട്ടിൽ എടത്വ സെന്റ് ജോർജ് ഫെറോന പള്ളി ഇടവകാംഗമായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും വരൾച്ചയുണ്ടായ വസന്തകാലങ്ങളിൽ ഒന്ന് കടന്നുപോയതോടെ യോർക്ക്ഷയറിൽ ഹോസ് പൈപ്പുകൾ നിരോധനം പ്രഖ്യാപിച്ചിരിക്കുന്നു. ജൂലൈ 11 മുതൽ ഹോസ് പൈപ്പുകളുടെ ഉപയോഗത്തിന് ഒരു താൽക്കാലിക നിരോധനം നിലവിൽ വരുമെന്ന് യോർക്ക്ഷയർ വാട്ടർ ഇന്നലെ അറിയിച്ചു. ഗാർഹികോദ്യാനങ്ങളിൽ ജലസേചനം നടത്തുന്നതിനും സ്വകാര്യ വാഹനങ്ങൾ കഴുകുന്നതിനും വീടുകളിലെ പൂളുകൾ വെള്ളം നിറയ്ക്കുന്നതിനും വീടിന്റെ ബാഹ്യഭാഗം വൃത്തിയാക്കുന്നതിനുമൊക്കെ ഹോസ് പൈപ്പുകൾ ഉപയോഗിക്കുന്നതിനാണ് നിരോധനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്ത് മതിയായ അളവിൽ മഴ ലഭിക്കുന്നതുവരെ നിരോധനം തുടരും. ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ചൂടേറിയതും വരണ്ടതുമായ ഒരു വസന്തകാലമായിരുന്നു ഈ പ്രദേശത്തുണ്ടായതെന്ന് യോർക്ക്ഷയർ വാട്ടർ പറയുന്നു. ഫെബ്രുവരിക്കും ജൂണിനും ഇടയിലായി 15 സെന്റിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. പ്രതീക്ഷിച്ച മഴയുടെ പകുതിയും കുറവാണിത്. കൂനിന്മേൽ കുരു എന്നതുപോലെ വെള്ളത്തിന്റെ ഉപഭോഗം വർദ്ധിക്കുകയും ചെയ്തു. പ്രദേശത്തെ ജലസംഭരണികളിൽ അവയ്ക്ക് ഉൾക്കൊള്ളാവുന്നതിന്റെ 58.8% ജലം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. വർഷത്തിൽ ഈ സമയത്ത് ഉണ്ടാകേണ്ട ജലത്തിന്റെ അളവിനേക്കാൾ 26.1% കുറവാണിത് എന്നും സൂചിപ്പിക്കുന്നു. ഇതോടെയാണ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് തിരിയാൻ യോർക്ക്ഷയർ വാട്ടർ നിർബന്ധമായത് എന്ന് അവരുടെ വക്താവ് അറിയിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ശക്തം. തിരുവനന്തപുരത്ത് KSRTC സർവീസ് നടത്തുന്നില്ല. ജില്ലയിൽ കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. ചുരുക്കം ഓട്ടോകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന യാത്രക്കാർക്കായി പോലീസ് വാഹനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ഇന്നലെ സർവീസ് തുടങ്ങിയ ദീർഘദൂര KSRTC ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. നഗരത്തിൽ ഏതാനും ഓട്ടോകളും സർവീസ് നടത്തുന്നുണ്ട്. കൊച്ചിയിൽ സർവീസ് നടത്താൻ ശ്രമിച്ച KSRTC ബസ് പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു. തൃശൂരിൽ ചില KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. തൃശൂർ ഡിപ്പോയിൽ നിന്ന് 2 ബസ്സുകൾ രാവിലെ സർവീസ് നടത്തി. ദീർഘദൂര ബസ്സുകൾ സ്റ്റാൻഡിലെത്തുന്നുണ്ട്. നഗരത്തിൽ ചുരുക്കം ചില ഓട്ടോറിക്ഷകളും സർവീസ് നടത്തുന്നുണ്ട്. ഇന്ന് നടക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി ഡയസ്റ്റോൺ പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. ജോലിക്കെത്താത്ത ജീവനക്കാർക്ക് ശമ്പളം ഉണ്ടാവില്ല. സമരം നടക്കുന്ന ദിവസത്തെ ശമ്പളം ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിൽ നിന്നാണ് തടഞ്ഞുവെക്കുക.
രോഗം, പരീക്ഷകൾ, പ്രസവം പോലുള്ള അത്യാവശ്യങ്ങൾക്കല്ലാതെ അവധി അനുവദിക്കില്ലെന്ന് സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. വ്യക്തിയുടെയോ അടുത്ത ബന്ധുക്കളുടെയോ അസുഖം, ജീവനക്കാർക്കുള്ള പരീക്ഷകൾ, പ്രസവം പോലുള്ള ഒഴിവാക്കാനാവാത്ത കാരണങ്ങൾ ഉള്ളവർക്ക് മാത്രമേ അവധിയുള്ളൂ. അല്ലാത്തവർക്ക് പണിമുടക്ക് ദിവസം ഒരു തരത്തിലുള്ള അവധിയും അനുവദിക്കുന്നതല്ലെന്ന് ഉത്തരവിൽ പറയുന്നു. അക്രമങ്ങളിൽ ഏർപ്പെടുന്നവർക്കും പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കുമെതിരെ കേസെടുക്കും. സർക്കാർ സർവീസിൽ നിന്ന് അനുമതിയില്ലാതെ വിട്ടുനിൽക്കുന്ന താൽക്കാലിക ജീവനക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും ഉത്തരവിൽ പറയുന്നു. സർക്കാർ ജീവനക്കാർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യമായ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടെന്ന് KSRTC മാനേജിംഗ് ഡയറക്ടറും അതത് ജില്ലാ കളക്ടർമാരും ഉറപ്പിക്കണം. സർക്കാർ ഓഫീസുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും തടസ്സമില്ലാതെ പ്രവേശനം ഉറപ്പാക്കാൻ കളക്ടർമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാ പോലീസ് മേധാവി എന്നിവർ നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബിനെ കണ്ടെത്താനുള്ള പോരാട്ടത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് ചെൽസി ഫൈനലിൽ. ന്യൂജേഴ്സിയിലെ ലൈവ് സ്റ്റേഡിയത്തിൽ നടന്ന ഫിഫ ക്ലബ് വേൾഡ് ക്ലബ് 2025 സെമി ഫൈനലിൽ ബ്രസീൽ ക്ലബ് ഫ്ലൂമിനൻസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് കീഴടക്കി. ഇരട്ട ഗോൾ നേടിയ ബ്രസീൽ താരം ജോവോ പെഡ്രോ ആണ് ബ്രസീൽ ക്ലബിന്റെ കഥ കഴിച്ചത്. ഇംഗ്ലീഷ് ടീമിനായി കളിയുടെ ഇരുപകുതികളിലായിരുന്നു പെട്രോയുടെ ഗോളുകൾ. ജൂലൈ 10 ഇന്ത്യൻ സമയം പുലർച്ചെ 12:30 നടക്കുന്ന രണ്ടാം സെമിയിൽ റയൽ മാഡ്രിഡ് യൂറോപ്യൻ ചാമ്പ്യന്മാരായ PSG-യെ നേരിടും. ജൂലൈ 14 പുലർച്ചെ 12:30 ഇതേ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. ചെൽസിക്കായി ജോവോ പെഡ്രോ തന്റെ രണ്ടാം മത്സരത്തിൽ തന്നെ ഗോളുകൾ നേടി വരവറിയിക്കുകയായിരുന്നു. 18-ാം മിനിറ്റിലും 56-ാം മിനിറ്റിലുമാണ് 23-കാരൻ വല കുലുക്കിയത്. കഴിഞ്ഞയാഴ്ചയാണ് യുവതാരം ചെൽസിയിലെത്തിയത്. ബ്രൈറ്റൺ ആൻഡ് ഹോവ് ആൽബിയനിൽ നിന്നും 60 മില്യൺ പൗണ്ടിന് ആണ് ചെൽസിയിൽ ചേർന്നത്. അവധിക്കാലം വെട്ടിച്ചുരുക്കി താരം ബൂട്ട് കെട്ടി ഇറങ്ങുകയായിരുന്നു. 116.70 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio